ഇന്ന് മകരപ്പൊങ്കൽ. മകരസംക്രാന്തി എന്നും അറിയപ്പെടുന്ന വിളവെടുപ്പ് ഉത്സവം സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെ അടയാളപ്പെടുത്തുന്നതാണ്. വിളവെടുപ്പിനും പ്രകൃതിക്കും നന്ദി അർപ്പിക്കുന്ന ഒരു പ്രധാന ദിനമാണ് മകരപ്പൊങ്കൽ. സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്തരായനം ആരംഭിക്കും. ദക്ഷിണേന്ത്യയിൽ തമിഴ് മാസമായ തൈയുടെ തുടക്കമായും കണക്കാക്കുന്നു. വേവിച്ച അരി എന്നാണ് പൊങ്കൽ എന്ന പദത്തിന്റെ അർത്ഥം. പൊങ്കൽ ഒരു പ്രധാന വിളവെടുപ്പ് ഉത്സവമാണ്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസത്തിലെ 1-ാം തീയതിയാണ്. ഇത് മകരസംക്രാന്തി എന്നും അറിയപ്പെടുന്നു. തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസത്തിൽ ആരംഭിച്ച് തൈമാസത്തിലെ 3-ാം ദിവസം വരെ പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട്. പൊങ്കൽ ഉത്സവത്തിന്റെ ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. ആദ്യ ദിവസം കൃഷിയുടെ ദേവനായ സൂര്യനോടുള്ള നന്ദി പ്രകടനമാണ്. പഴയ വസ്തുക്കൾ തീയിലിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. ചാണകവും വിറകുമാണ് തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്ത് ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കുന്ന പതിവുമുണ്ട്. അടുത്ത വർഷം നല്ല വിളവെടുപ്പ് ലഭിക്കണമെന്ന പ്രാർത്ഥനയും നടക്കും. 2-ാം ദിവസമാണ് തൈപ്പൊങ്കൽ. വീടുകളുടെ മുറ്റങ്ങളിൽ വർണ്ണാഭമായ കോലങ്ങൾ വരച്ചും പ്രത്യേക പൂജകൾ നടത്തിയും ആഘോഷിക്കുന്നു. മുറ്റത്ത് അടുപ്പുകൂട്ടി അരി പാലിൽ വേവിച്ചാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. അടുപ്പിനടുത്ത് മഞ്ഞൾ ചെടി കെട്ടിയ പാത്രവും വയ്ക്കും. അരി, കരിമ്പ്, പഴങ്ങൾ, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. 3-ാം ദിവസം മാട്ടുപ്പൊങ്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർഷകർ ഭക്തി നിർഭരമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. കൃഷിയിടങ്ങളിൽ വിത്ത് വിതയ്ക്കൽ മുതൽ വിളവെടുപ്പ് വരെ സഹായിക്കുന്ന കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തും. ഭഗവാൻ ശിവൻ തന്റെ വാഹനമായ നന്ദിയെ ശപിച്ചുവെന്നും തുടർന്ന് നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുഴുത് സഹായിച്ചുവെന്നുമാണ് വിശ്വാസം. പൊങ്കാല എന്ന വാക്കിന് തിളച്ചുമറിയുക എന്നാണ് അർത്ഥം. മനസ്സുരുകി കരയുന്ന മങ്കമാരുടെ മാതൃത്വ സ്നേഹത്തോടെ അർപ്പിക്കുന്ന നിവേദ്യം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.